അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്തെ പിടിവാശിയിൽ തന്നെയാണ്. അതെ, വീട്ടിലേക്ക് പോരില്ല, ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളും, എൻ്റെ കുഞ്ഞിനെ കിട്ടുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. മോളെ, നീ നോക്കാത്തത് കൊണ്ടല്ലേ അവനെ കൊണ്ടുപോയത്. എന്താ നീ ഇങ്ങനെ? അവരിപ്പോൾ ഗൾഫിലാണ്. നിന്നോട് എത്ര പറഞ്ഞിട്ടത് മനസ്സിലാകുന്നില്ലല്ലോ. എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്, ചെയ്യാനുണ്ട്. കാരണം എന്നോട് ചോദിക്കാതെ എൻ്റെ കുട്ടിനെ അവരെങ്ങോട്ടാണ് കൊണ്ടുപോയത്? അല്ല മോളെ, നീ നിൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടതോ? അതാലോചിച്ച് നോക്ക്. ആ ഉമ്മാക്ക കുഞ്ഞിനെ നോക്കാൻ കഴിയുമോ? കുഞ്ഞിൻ്റെ ബാപ്പാനെ ഏൽപ്പിച്ചു. അതിത്ര തെറ്റുള്ള കാര്യമാണോ? ഉമ്മയും പറഞ്ഞു, എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ ഇവിടുന്ന് വരൂല, എനിക്ക് ഷെഫി ഉസ്താദിൻ്റെ കൂടെ തന്നെ ജീവിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ തന്നെ എനിക്ക് ജീവിക്കണം. അവൾ വിതുമ്പി കരഞ്ഞു. ഉമ്മയും ഉപ്പയും മുഖത്തോട് മുഖം നോക്കി. എന്താ റബ്ബേ ചെയ്യുക? അപ്പോഴേക്കും സീനത്തിൻ്റെ ആങ്ങള ഉമ്മ. സീനത്തിൻ്റെ സ്വഭാവത്തിന് ഇടയ്ക്കിടെ ഓരോ മാറ്റങ്ങളാണ്. ഒരു സമയത്ത് അവൾ ഒന്ന് ചിന്തിക്കും, മറ്റേ സമയത്ത് വേറെ വല്ലതും. അവൾക്ക് ഒന്നിനൊരു ഉറപ്പില്ല. ആദ്യം പറഞ്ഞു ഷമീറുമായുള്ള വിവാഹത്തിന് അവൾ തയ്യാറാണെന്ന്. പക്ഷെ പിന്നീട് അവൾ കോലം മാറി. അവരവിടെ സുഖമായി ജീവിക്കണം, എനിക്ക് ഷെഫി ഉസ്താദിനെ തന്നെ മതി എന്നാണ് പറയുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ബാപ്പയാണ് ഷെഫി ഉസ്താദ്, ഞാനാണ് കുഞ്ഞിൻ്റെ ഉമ്മ, ഞങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പുകില്. എന്താ അങ്ങനെ കാട്ടുക? സീനത്തെ, നിൻ്റെ ഇക്കാക്കി എന്ന സ്ഥാനത്ത് ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ നീ വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് വന്നേ പറ്റൂ. ഇക്കാക്ക, ഞാൻ മോളെ നിന്നെ എങ്ങനെ നോക്കിയത്? മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുമ്പോൾ നിൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയി, നിനക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തന്ന്, വേണ്ട പൂവെല്ലാം പറിച്ചു തന്ന്, അങ്ങനെ ഞാൻ നോക്കിയതല്ലേ. നീ എന്ത് ഇപ്പം ഇക്കാക്കയുടെ വാക്കുകൾ അനുസരിക്കാത്തത്? എന്താ മോളെ നീ ഇങ്ങനെ? ഇക്കാക്ക, എനിക്ക് വാക്ക് തരണം, എന്നാലേ ഞാൻ വരുള്ളൂ. എന്ത് വാക്ക്? എനിക്ക് ഷെഫി ഉസ്താദിനെ തന്നെ എൻ്റെ ഭർത്താവായിട്ട് മതി, വേറെ ആരും വേണ്ട. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പച്ചിയുടെയും കൂടെ ജീവിക്കണം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. എൻ്റെ പഠനമൊക്കെ ഞാൻ ഒഴിവാക്കിക്കോളാം, എനിക്കൊന്നും വേണ്ട, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രം ജീവിച്ചാൽ മതി. മോളെ, നീ എന്തേ പറയുന്നത്? അവനിപ്പോൾ മറ്റൊരുത്തിയുടെ ഭർത്താവാണ്. നിങ്ങളിപ്പോൾ ഒരിക്കലും ഭാര്യയും ഭർത്താവും അല്ല താനും. എന്നെ ഡൈവോഴ്സ് ചെയ്തിട്ടില്ലല്ലോ. എത്ര ആയാലും എത്ര കാലമായി നീ ഡൈവോഴ്സ് ചെയ്താലാണ് മറ്റേ ഷമീറിനെ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. അതൊക്കെ ശരി തന്നെയാണ്. വേണ്ട, എന്നെ ഒരു തൊലാക്കല്ലേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. 1 ആയാലും 3 ആയാലും അതിൻ്റെ കൂടെ നീ ജീവിക്കാൻ നടക്കൂല. കാരണം ഒരു പെണ്ണിൻ്റെ ഭാവി ജീവിതം അദ്ദേഹത്തിൻ്റെ കൈകളിലാണിപ്പോൾ. അതും കാഴ്ചയില്ലാത്തൊരു പെൺകുട്ടിയെ സ്വീകരിച്ച് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി. അവൾ ഗർഭിണിയുമാണ്. നമ്മൾ ബുദ്ധിമുട്ടാക്കരുത് മോളെ. ഇക്കാക്ക, എനിക്ക് വാക്ക് തരണം. എന്ത്? ഷെഫി ഉസ്താദിൻ്റെ കൂടെ തന്നെ എനിക്ക് ജീവിക്കണം എന്നുള്ളത് എനിക്ക് വാക്ക് തരണം. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. മോളെ, നീ എന്തേ പറയുന്നത്? നീ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടില്ല. ശരിയാണ്, ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി. പക്ഷേ പിന്നെ ഞാൻ മാപ്പ് പറഞ്ഞല്ലോ, ഞാൻ നല്ല രീതിയിൽ ജീവിക്കാമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തെ തന്നെ മതി, എനിക്ക് അദ്ദേഹത്തോടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം, വേറെ ആരും എനിക്കിഷ്ടമല്ല. ശരിക്കും അവൾ കരഞ്ഞുകൊണ്ടത് പറഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പയും മുഖത്തോട് മുഖം നോക്കി. എന്താ നമ്മൾ ചെയ്യുക? എന്നാൽ അതാ അവളുടെ ഇക്കാക്കാക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നീ ഒന്നും കൊണ്ട് വിഷമിക്കല്ലേ. ഇപ്പോൾ ഇക്കാൻ്റെ കൂടെ വണ്ടി കയറി, ബൈക്കിൽ കയറിക്കോ. ഉമ്മയും ഉപ്പയും കാറിൽ പോയിക്കോട്ടെ, ഇക്കാൻ്റെ കൂടെ ബൈക്കിൽ നീ കയറി. നല്ല മോളല്ലേ, മോൾക്ക് ഞാൻ എന്തും വേണമെങ്കിൽ. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഭയങ്കര കാറ്റും ഇടിയും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലെന്ന് ഓരോരുത്തരും മരണപ്പെടണമൊക്കെ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പുറമ്പോക്കിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. വാതിലൊക്കെ അടച്ചിട്ടതല്ലേ. നീ എന്താ ഒന്നും മനസ്സിലാക്കാത്ത മോളെ? അതെ, സ്നേഹത്തോടെ ഇക്കാക്ക അവളെ തഴുകി തലോടി. എന്നാൽ ഉപ്പയുടെ കൈകൾ വിറക്കുകയായിരുന്നു. മോനെ, എടാ, അവളൊക്കെ അടിച്ച് വേണ്ട പാപ്പ, വേണ്ട, അവളെ ക്ഷമയോട് കൂടി ഞാൻ അവളെ നല്ല രീതിയിൽ ആക്കിയെടുത്തോളാം. അവൾക്ക് അവളുടെ ഒരു മെൻ്റലി പ്രോബ്ലം ആയിരിക്കും, കുഴപ്പമില്ല ഉപ്പ, അതൊക്കെ ഞാൻ എന്താ ചെയ്തോളാം, നോ പ്രോബ്ലം. സഹോദരിയെ സ്നേഹത്തോടെ ആങ്ങളെ കൈ പിടിച്ചു. ഇക്കാക്കാൻ്റെ കുട്ടി പോരെ, ഇക്കാക്കാൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടത് ഇക്കാക്ക ചെയ്തു തരും, വരി, എണീക്ക്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എന്ത് ഇക്കാക്കാൻ്റെ മോളിങ്ങനെ? ഞാൻ നിന്നെ എങ്ങനെ നോക്കിയതായിരുന്നു പെണ്ണെ? എന്താ നിനക്ക് എന്താ വേണ്ടത്? ഇക്കാക്ക, എനിക്ക് എൻ്റെ ഭർത്താവ് ഷെഫി ഉസ്താദിനെ മാത്രം മതി, വേറെ ആരെയും വേണ്ട, അദ്ദേഹത്തിന് എന്നെ നല്ല ഇഷ്ടമായിരുന്നു.
എന്തെങ്കിലും നമുക്ക് ചെയ്യാം. എനിക്ക് ഉറപ്പ് വേണം. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വണ്ടിയിൽ കയറുള്ളൂ. അവൻ അതാ അവളുടെ നേരെ കൈ നീട്ടി. സത്യമായിട്ടും എനിക്ക് ഷെഫി ഉസ്താദിനെ തരുമോ? എൻ്റെ കൈ തൊടു നീയേ. അവൾ അതാ വിറച്ചുകൊണ്ട് അവൻ്റെ കൈകളിൽ കൈകൾ വെച്ചു. കാക്ക, എനിക്കത് മാത്രം മതി, എൻ്റെ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ ഉപ്പച്ചിയെയും. എന്നാൽ ഒരു നിമിഷം ഉമ്മയും ഉപ്പയും ഞെട്ടിപ്പോയി. എന്താ ഈ കുട്ടി പറയുന്നത്? കുട്ടി ഓരോന്ന് കാട്ടിക്കുട്ടിയത് കൊണ്ടല്ലേ അവൻ അങ്ങനെ പോയതൊക്കെ. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടു എന്താ റബ്ബേ? അതൊക്കെ ഞാൻ ശരിയാക്കി തരാം, നീ വന്നേ. അങ്ങനെ ഏതാ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ കാറിൽ അവൾ കയറിയില്ല. പകരം ആങ്ങളയുടെ കൂടെ ബൈക്കിൽ കയറി. ആങ്ങള അതാ അവളെ കൊണ്ടുപോകുന്നു. മോൾക്ക് എന്താ വേണ്ടത്? കുറേ സമയമായില്ല ഇവിടെ ഇരിക്കണത്, തിന്നാതെയും കുടിക്കാതെയും. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഷെഫി ഉസ്താദിനെ മാത്രം മതി. അതൊക്കെ നമുക്ക് ഇതാക്കാം. അല്ല മോളെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നീയേ, നിനക്ക് എന്താ വേണ്ടത്? ജ്യൂസ് വേണോ, വെള്ളം വേണോ, ചായ വേണോ, കോഫി വേണോ, എന്താ വേണ്ടത്? എനിക്ക് ജ്യൂസ് മതി. ഓക്കെ. എന്ത് സ്നാക്ക് എന്താ വേണ്ടത്? ബർഗർ വേണോ, സാൻഡ്വിച്ച് വേണോ, എന്താ വേണ്ടത്? ഷവർമ വേണോ? സാൻഡ്വിച്ച്. ഓക്കെ. വെജ് വേണോ അതോ? വെജ് മതി. ഓക്കെ ഓക്കെ. അങ്ങനെ അതാ അവൾ ജ്യൂസും സാൻഡ്വിച്ചും എല്ലാം കഴിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം ആങ്ങൾ അവളുടെ മുഖത്തേക്ക് നോക്കി. പഠിച്ചോനെ, എന്തൊക്കെയാണ് ഇതിൻ്റെ മനസ്സിലുള്ളതാവും? ഇത് അവിടെയും ഇവിടെയും നടന്ന് വല്ല അസുഖമായി കഴിഞ്ഞാൽ അത് അതിലേറെ പ്രശ്നമായി തീരും. പിന്നെ ഇക്കാൻ്റെ കുട്ടിക്ക് ഇനി എന്താ വേണ്ടത്? ഡ്രസ്സ് വല്ലതും വേണോ? ഡ്രസ്സൊക്കെ പഴയതായോ? ഡ്രസ്സ് വേണോ? ഡ്രസ്സ് എനിക്കൊരു ചുരിദാർ മതി. ഓക്കെ, അതും വാങ്ങാം. ഫാൻസി വല്ലതും? അതൊന്നും വേണ്ട, എനിക്ക് സ്വർണ്ണമുണ്ട്. ഓക്കെ ഓക്കെ, എന്നാൽ ശരി. പിന്നെ കഴിക്കാൻ എന്തെങ്കിലും? എനിക്ക് കുറച്ച് ബ്ലാക്ക്ബെറി വേണം, കുറച്ച് ചെറീസും. ഓക്കെ, അതും വാങ്ങിത്തരാം. അങ്ങനെ അതാ അവൻ പണിയെടുത്ത പൈസ കൊണ്ട് തന്നെ പെങ്ങൾക്കുള്ളതെല്ലാം വാങ്ങി നല്ല രീതിയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ഇക്കാക്കാൻ്റെ കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കളി നീ കളിച്ചതാണ്, ഇനിയും നീ കളിക്കരുത്. ഇനിയും കളിച്ചു കഴിഞ്ഞാലേ മനുഷ്യന്മാർക്ക് തീരെ വിലയില്ലാതായി ഒരു ഭ്രാന്തമായി അലയുന്ന അവസ്ഥയായിത്തീരും. ഒന്നാമത്തെ പ്രാവശ്യം എല്ലാവരും നിന്നെ നോക്കാണ്ടാവും. ഇനിയും ഇതുപോലുള്ള കളികൾ നീ കളിച്ചു കഴിഞ്ഞാൽ എന്തായിത്തീരും? എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുന്നൊരവസ്ഥ, നിനക്കാരുമില്ലാത്ത രീതിയിൽ. അതുകൊണ്ട് പക്വതയോട് കൂടി നീ ജീവിക്കണം. നീ അത്യാവശ്യം വയസ്സും പ്രായമായ കുട്ടിയാണ്. ഇപ്പോൾ പഴയ പോലെ കിള്ള കുട്ടിയല്ല. നീ ഒന്ന് പ്രസവിച്ചതാണ്, നിനക്കൊരു കുഞ്ഞുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ നീ നിൻ്റേതായ രീതിയിൽ ഒന്ന് നല്ല മോളായിട്ട് കാണുമ്പോഴല്ലേ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷം. നല്ല രീതിയിൽ ഉമ്മാനെ ഉപ്പാനെ എന്തിനങ്ങനെ ഇടങ്ങാറാക്കണത്? അന്നെ എങ്ങനെയാണ് നോക്കണത്? ഉപ്പൊക്കെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഉപ്പ അന്നെ നേരെ അടിക്കാൻ വന്നത്. കാരണം അത്രക്കും നിനക്ക് വേണ്ടി ക്ഷമിച്ചതാണ് ഉപ്പ. അങ്ങനെയൊന്നും ഉപ്പാനെ കിട്ടൂല. കാരണം ഒരിക്കലും നീ അങ്ങനെ തെറ്റ് ചെയ്ത് നല്ല രീതിയിൽ നിന്നെ സ്വീകരിച്ച് നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന് എത്ര സന്തോഷത്തോടു കൂടിയാണ് നിന്നെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ചത്. അത് നിനക്ക് നല്ല ഭാവി ജീവിതം ഉണ്ടാട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ നീ തട്ടിത്തെറിപ്പിച്ച് പോന്നില്ലേ? ഇനിയെങ്കിലും നിനക്കൊന്ന് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനമല്ല മോളെ. ഒന്ന് ഉപ്പാക്കും ഉമ്മാക്കും എത്രമാത്രം സന്തോഷത്തോടു കൂടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടാകും. എൻ്റെയും നിൻ്റെയൊക്കെ കാര്യം കഴിഞ്ഞാലല്ലോ ഉമ്മാക്കും ഉപ്പാക്കും സമാധാനത്തിലൊന്ന് കണ്ണടക്കാൻ പറ്റുള്ളൂ. അല്ലാഞ്ഞാൽ എന്നും ഈ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും തന്നെയല്ലേ ഉണ്ടാകുക. ഒന്ന് ആലോചിച്ച് നോക്കും മോളെ. നീ എന്താ ഇങ്ങനെ? ഒരാങ്ങളെ തന്നെ കൊണ്ട് പറയുന്ന രീതിയിൽ അത്രമാത്രം താഴ്ന്നു കൂഴ്ന്നാണ് അവളോട് സംസാരിച്ചത്. അങ്ങനെ ഏതാ അവളെ വീട്ടിലെത്തിച്ചു എന്ന് തന്നെ പറയാം. അവളുടെ റൂമിലേക്ക് കടത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്യ്, നന്നായിട്ടൊന്ന് ഉറങ്ങ്. നീ എന്താ അവിടെയും ഇവിടെയൊക്കെ പോയി നിൽക്കണം? ഇങ്ങനെ പോകരുത് കേട്ടോ. ഭക്ഷണമൊക്കെ വേണമെങ്കിൽ നല്ല രീതിയിൽ കഴിക്കുക. ക്ലാസ്സിന് നീ പോകണ്ട, ഇവിടെ നിന്നോ. അതെന്താ? എനിക്ക് പഠിക്കാതിരിക്കാതൊക്കെ ചെയ്യാതെ നീ നിൻ്റെ മൈൻഡ് ഒന്ന് റെഡിയാക്ക്. ഒരു ചിന്തയിൽ നീ പല പല ചിന്തകൾ മാറ്റി പിടിക്ക്. എന്നാൽ അപ്പോഴേക്കും ഉമ്മയും ഉപ്പയും എത്തി. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. ഉപ്പ നേരെ അത് റൂമിലേക്ക്. പൊന്നാര മോളെ, ഇനി ഇടങ്ങാറാക്കല്ലേ, കൈയായിട്ടാണ്, ഇനി ഇടങ്ങാറാക്കല്ലേ. ഒരിക്കലും ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടതാണ് ഞാൻ. എത്ര ആളാണ് പറഞ്ഞത്, മജീദേ എൻ്റെ മോള് മറ്റവൻ്റെ കൂടെ പോയിക്കണല്ലേ എന്നുള്ളത്. അന്നൊക്കെ ഹൃദയം പൊട്ടി ഞാൻ കരഞ്ഞിരുന്നു. ഇനി ഈ അത് ചെയ്യല്ല മോളെ, അങ്ങനെ തോന്നുന്നു, എന്നെ കൊണ്ട് കൈയായിട്ടാണ്. ഇനി അഥവാ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളങ്ങോട്ട് കൊന്നാളാ. അത് കഴിഞ്ഞിട്ട് നീ എന്താ ചെയ്തോ. ഞങ്ങൾക്കിത് കണ്ട് അനുഭവിക്കാനുള്ള യോഗം
കഴിയണില്ല. എന്നാൽ പെട്ടെന്ന് അവനത് ഉപ്പ റിലാക്സ്, ഉപ്പ അങ്ങനെയൊന്നും പറയില്ലേ, നമ്മളെ മോള് സീരത്ത് നല്ല മോളേക്കണ് കണ്ടോ, ഓളിപ്പോൾ എല്ലാം അനുസരിക്കുന്ന കുട്ടിയേക്കണ്. മോളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ചെയ്യുക. ഉപ്പങ്ങൾ കരയല്ലേ, ഒന്നും ഉമ്മയൊന്നും പറയണ്ട അവളെ, ഇപ്പം ഞാൻ റെഡിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ റെഡിയാകും. അങ്ങനെ ആങ്ങള അവളുടെ റൂമിലേക്ക് പ്രവേശിച്ചു. മോളെ സീനത്തെ ഇക്കാക്കനോട് പറഞ്ഞ വാക്കുകൾ മറക്കൂലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം മോളെ. ഷെഫി ഉസ്താദ് മോൾ ഒരുപാട് നന്നാക്കാൻ നോക്കിയതാണ്. മോളുടെ ഓരോ അങ്ങനത്തെ കാട്ടിക്കൂട്ടൽ കൊണ്ട് അങ്ങനെയൊക്കെ ആയി തീർന്നു. എന്നിട്ടും ആ മനുഷ്യൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തതായിരുന്നു. എന്താ ചെയ്യുക, അതിനിടയിൽ കുഞ്ഞും ആയിക്കഴിഞ്ഞു. മോളെ തൊലാക്ക് ചെയ്തിക്കണ്. 3 തൊലാക്കും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും മനസ്സുകൊണ്ട് 3 ചൊല്ലിയതായിരിക്കും അവരൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അവർ നല്ല രീതിയിൽ അവിടെ ജീവിച്ചോട്ടെ, അതല്ല നല്ലത്. എൻ്റെ കുട്ടിയെ നല്ല രീതിയിൽ ഒരുപാട് നോക്കി, പക്ഷെ മോൾക്ക് പറ്റാണ്ട് ഇങ്ങനെയൊക്കെ ആയി തീർന്നു. എന്നാലും ഒരു കുഞ്ഞിനെ നീ പ്രസവിച്ചു, അതിന് വേണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നീ നോക്കുമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ പറയാം. എന്താ അത് പറ്റൂലേ? എന്നാൽ അവൾ നിഷ്കളങ്കമായി തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കയുടെ മുഖത്തേക്ക് നോക്കി. ഇക്കാക്ക, കുഞ്ഞിനെ എനിക്ക് കാണാൻ കൊതിയാകുന്നുണ്ട്, പക്ഷേ ഷെഫി ഉസ്താദിനെയും കൂടെ വേണം. മോൾ എന്തൊക്കെയാ പറയുന്നത്? അല്ലാ, എന്തായാലും ഇക്കാക്ക പറഞ്ഞതല്ലേ ഒരു കാര്യം എന്നോട്, അത് ഇക്കാക്ക പാലിച്ചില്ലെങ്കിൽ ഇക്കാക്ക വാക്ക് പാലിക്കുന്ന ആളല്ലല്ലോ. മോളെ അതൊക്കെ ശരി തന്നെയായിരിക്കും, നമുക്ക് എന്താ ചെയ്യുക, നീ നല്ല കുട്ടിയായി ഇവിടെ നിൽക്കണം കേട്ടോ. അങ്ങനെ അവൻ ഉമ്മയുടെയും ഉപ്പയുടെയും അരികിലെത്തി. ഉപ്പ നമ്മൾ പറഞ്ഞ് കുറേയൊക്കെ റെഡിയാക്കി തന്നെ റെഡിയാവും, ഇനി ദേഷ്യപ്പെടേണ്ട ഓളോട്, അതൊക്കെ റെഡി ആയിക്കോളും ഇൻഷാ അല്ലാഹ് കേട്ടോ. ഏതായാലും അങ്ങനെയൊക്കെ ആയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പെട്ടെന്ന് ഉപ്പ പറഞ്ഞു, മോനെ എന്തായാലും വല്ലാത്തൊരു അവസ്ഥ, ഇനിയൊന്നുമില്ല, നല്ല രീതിയിൽ നിന്നാൽ മതിയായിരുന്നു. ഉപ്പ കുഞ്ഞിനെ വേണം, കാണണം, അവൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ എന്തെനിക്കറിയില്ല. മോനെന്തിനാ വാക്ക് കൊടുത്ത്, മോനക്കതിന് കഴിയോ, അതിനി ചെയ്യുമോ, അവരെങ്ങനെ ഏറ്റെടുക്കുമോ? അങ്ങനെ തെറ്റ് ചെയ്തൊരു പെണ്ണിനെ ഷെഫി ഉസ്താദ് വേറെ കല്യാണം കഴിച്ചില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെ ഏറ്റെടുക്കാനാ? ഉപ്പ അതാണ് പറഞ്ഞത്. എന്നാൽ അവൻ പറഞ്ഞു, ഉപ്പ എല്ലാം റെഡിയാവും, പഠിച്ചോനല്ലേ വലുത്, പഠിച്ചോ ഒന്ന് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കാലം ഒരാൾ തെറ്റ് ചെയ്ത് പൊറുക്കലിനെ തേടി ഒരു പക്ഷേ പഠിച്ചോനൊക്കെ സ്വീകരിക്കും. ഉപ്പ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ഇൻഷാ അല്ലാഹ് റെഡിയാവും. എന്നാൽ ഈ സമയം നൂറയുടെ വീട്ടിൽ അവളുടെ ബാപ്പ, എടി എന്തീക്കാ, പിന്നെ ഓരോ കല്യാണക്കാരും അങ്ങനെ വരുന്നുണ്ട്, നമ്മളെ മോളെ നൂറ ഏതായാലും 18 തേഞ്ഞു, ഇനിയിപ്പോൾ ഓളെ കൂടുതലൊന്നും പഠിപ്പിക്കലൊന്നും നടക്കൂല. അല്ലേക്കാ, ഓളെ ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ. അതൊക്കെ ആയിക്കോട്ടെ, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 18 വയസ്സായി കഴിഞ്ഞാൽ ഒരാളെ കയ്യിലാണ്ട് ഏൽപ്പിച്ചാലല്ലേ നമുക്ക് സമാധാനമുള്ളൂ. നിങ്ങളെന്തീ പറയണത്, ഓളിപ്പോൾ സമ്മതിക്കുമോ? അത് പറഞ്ഞിട്ട് കാര്യമില്ലടി, നമുക്ക് ഒരാളെ കയ്യിൽ ഏൽപ്പിച്ച ഓൾക്ക് പിന്നെ എന്താ ആയിക്കോട്ടെ, പഠിക്കാൻ പോവേ, കൊണ്ടാക്കേ, കൊണ്ടുവരേ, ടൂർ പോവേ, എന്തു ആവാലോ. കല്യാണക്കാരിങ്ങനെ വരുന്നുണ്ട്, ഞാൻ ഒരോട് വരാൻ പറയട്ടെ കാണാൻ. നിങ്ങൾ മോളോട് ചോദിച്ചോക്കി, മോളോട് ചോദിച്ചിട്ട് എന്താ ചെയ്തോളി, അല്ലാതെ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ വയ്യല്ലോ. മോളോട് ചോദിച്ചോക്കട്ടെ. മോളെ നൂറ. എന്ത് പാപ്പ? അല്ല മോളെ, ഇന്ന് മോൾക്ക് ക്ലാസ് ഇല്ലേ? പാപ്പ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മോളിന്ന് നാളെ സ്കൂളിൽ പോകണ്ട കേട്ടോ. എന്ത് പാപ്പ? നാളെ സ്കൂളിൽ പോകണ്ട, ബാപ്പാൻ്റെ കുട്ടിനെ ഒരു കുട്ടി കാണാൻ വരും. എന്തേ ബാപ്പ? അവൾ അത് കേട്ട് ഞെട്ടിപ്പോയി. അതെ, അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്ക് വരുന്ന അവൻ, അതെ, അവനെ കണ്ടപ്പോൾ എന്തൊക്കെ തോന്നിപ്പോയിരുന്നു. അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. റബ്ബേ, അത് ഇനി അവൻ വരുമ്പോൾ എന്ത് ചെയ്യും? അവനോട് എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? ബാപ്പ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ,
മോളെ കഴിയാനുള്ളത് എപ്പോഴാണെങ്കിലും കഴിയണമല്ലോ. എന്തായാലും അവൻ വന്ന് ഇഷ്ടപ്പെട്ട് നിക്കാഹ് കഴിച്ചാൽ ബാപ്പാക്കും സമാധാനമായി. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ പാട്ടിന് എങ്ങനെ വെച്ചാൽ പോകാം. എന്തേ ബാപ്പ, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മോളെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബാപ്പാൻ്റെ കുട്ടിനെ ഒരാളെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചാലേ ബാപ്പാക്ക് സമാധാനത്തോടുകൂടി കണ്ണടക്കാൻ പറ്റുള്ളൂ. അല്ലാഞ്ഞ ഒരു സമാധാനമില്ലല്ലോ. നൂറ, ബാപ്പാൻ്റെ കുട്ടി നാളെ സ്കൂളിൽ പോകണ്ട കേട്ടാ. അവർ കുറച്ച് നേരത്തെ ഇങ്ങെടുത്തു. അവർ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചോദിക്കണം. ഞാൻ എൻ്റെ സമ്മതം കിട്ടിയിട്ട് കരുതി. ബാപ്പ, നാളെ വേണ്ട ബാപ്പ. എന്താടി എനിക്ക് അതിനെന്താ? ഓല് വരുമ്പോൾ ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോയി കൊടുക്കുക അത്ര വലിയ മടിയുള്ള കാര്യമാണോ എനിക്ക്? ബാപ്പ, അവൾ പൊട്ടിക്കരഞ്ഞു. അകത്തേക്ക് പോയി. എന്നാൽ ഉമ്മ, എന്താ മോളെ നീ കരയുന്നത്? പെണ്ണ് കാണലൊക്കെ സാധാരണ തന്നെയല്ലേ? ഈ പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും ബാപ്പാരും ഉമ്മാരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ കനലായിരിക്കും, അവരൊരു വൈക്കിൽ ആകണ വരെ. ഇതിപ്പോൾ മോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെ? ഉമ്മ, ഇപ്പോൾ വേണ്ട ഉമ്മ. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബാപ്പാക്ക് ദേഷ്യം പിടിക്കൂട്ടോ. വേണ്ടാത്തി നിൽക്കണ്ട. എന്താ നൂറ എനിക്കൊരു കരച്ചിൽ? എൻ്റെ മനസ്സിൽ വേറെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്ന് പറയും, ഞാൻ നോക്കട്ടെ. പിന്നെ വേറെ വല്ല ചിന്തി എൻ്റെ മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ, അതൊക്കെയാണ് മാറ്റി വെച്ചേക്ക്. ഇവിടെ ഈ പ്രായം പെൺകുട്ടികൾക്കൊക്കെ വരുന്നൊരു പ്രശ്നം അതാണ്. വേറെയുള്ള ആരെങ്കിലുമൊക്കെ മനസ്സിൽ പിടിച്ചേക്കും. എന്നിട്ട് വല്ല കല്യാണക്കാരും വരുമ്പോൾ വേണ്ട വേണ്ട പറഞ്ഞ് നിൽക്കുക. അത് ഇവിടെ നടക്കൂല കേട്ടോ. പറഞ്ഞില്ലാതെ വേണ്ട. നൂറയുടെ ബാപ്പ ദേഷ്യപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ പണിക്കാർ പതിവ് പോലെ എത്തുന്നു. വീട്ടിൽ ഒരുപാട് പണി നടക്കുകയാണ്. മുകളിലേക്കും എടുക്കുന്ന പണിയുണ്ട്. അതിൻ്റെ വർക്കും കാര്യങ്ങളും സാധനങ്ങളുമെല്ലാം അവർ കൊണ്ടുവന്ന് വെച്ചു. ഒരു നിമിഷം സ്കൂളിലേക്ക് ഇറങ്ങുവാൻ നിൽക്കുന്ന നൂറ നിറമിഴികളോടെ അത് കണ്ടു. അതാ അവൻ എത്തിയിരിക്കുന്നു. എന്നാൽ ബാപ്പ അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, എടാ പണി നന്നായിക്കോട്ടെട്ടോ. എൻ്റെ പണിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീന് വൃത്തിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. അഭിപ്രായം ഏതായാലും ഉഷാറായിക്കോട്ടെ, ഒന്ന് മോശം വരുത്തണ്ട കേട്ടാ. ആയിക്കോട്ടെ, അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇനി എത്ര ദിവസം പിടിക്കും? പിന്നെ മോളെ നിക്കാഹൊക്കെ നടക്കാനുള്ളതാണ്. പെണ്ണ് കാണാൻ ഓരോരുത്തരുടെ ഇങ്ങനെ വരട്ടെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സൊന്ന് പതറി. അവന് ഉത്തരമില്ലാതായി. ആ പിതാവിൻ്റെ മുഖത്തേക്ക് ദയനീയമായി അവനൊന്ന് നോക്കി. എന്താടാ നോക്കുന്നത്? വേഗം പണി കഴിക്കണേ, നമുക്ക് കല്യാണം ഉണ്ടാക്കണേ. നമ്മൾ പെണ്ണിനെ കൊണ്ട് ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്, നാളെ രൂട്ടർ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനോട് ഇപ്പോൾ പറഞ്ഞ് നിൽക്കുകയാണ് നമ്മളോട്, നാളെ സ്കൂളിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞിട്ടിപ്പോൾ ഓൾക്കൊരു ഇത്. ഈ പ്രായം പെൺകുട്ടിയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പിതാവ് അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് അത് അവനോട് പറഞ്ഞത്. എന്നാൽ അത് കേട്ട് അവനാകെ തകർന്നു പോയി. എന്നാൽ അവൾ സ്കൂളിലേക്ക് പോകുവാൻ നിൽക്കുകയായിരുന്നു. നിറമിഴികളോടെ അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കി. അതെ, അറിയില്ല, അവളുടെ കണ്ണുകളിൽ അവനോടുള്ള ഇഷ്ടം കൂടി വന്നതുപോലെ. എന്നാൽ അവനും തന്നെ ഒത്തിരി അങ്ങ് തകർന്നു പോയി. അവനും സങ്കടത്തോടെ അവളെ നോക്കി. അവൾ തിരിഞ്ഞു നോക്കി. നേരെ ആ വഴിയിലേക്ക് അവൾ നടന്നു. ബസ്സിനാണ് അവൾ കയറി പോകുന്നത്. അവൻ്റെ ബൈക്കുമായി പിന്നാലെ പോയാലോ എന്ന് തോന്നി. എന്നാൽ വേണ്ട, ഓളെ ബാപ്പ അഹമ്മദാജി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. സാധനങ്ങളെല്ലാം ഇറക്കി. പിന്നെ ഞാൻ കുറച്ചുകൂടി സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാണ്ട്. ആയിക്കോട്ടെ, വേഗം എടുത്തൊന്ന് പണി തുടങ്ങിക്കൂളി, ആൾക്കാർ വരേണ്ടതാണ് നാളെ. എന്നാൽ അവൻ ബൈക്കുമായി നേരെ പോയത് അതാ അവളുടെ പിന്നാലെയായിരുന്നു. നൂറ, അവൾ ആ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. എന്തിനാ എൻ്റെ പിന്നാലെ വന്നത്? അല്ല, ഞാൻ സാധനങ്ങൾ കുറച്ച് ഇറക്കാണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. കുറച്ച് ഷോപ്പിൽ നിന്ന് വാങ്ങാണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ല, ബാപ്പ കാണണ്ട. ബാപ്പ കണ്ട വെച്ചേക്കില്ല. നൂറ, സത്യം പറ മോളെ. എന്താ? എന്നാ ഒരു നമ്പർ ഞാൻ തരാം, ഒന്ന് വിളിക്കുമോ പറ്റുന്നുണ്ടെങ്കിൽ? എന്നാട്ടോ. അപ്പോൾ തന്നെ അവൻ ഒരു നമ്പർ അവൾക്ക് വേണ്ടി ഇട്ടുകൊടുത്തു. അവൾ അത് വേഗം എടുത്തു. അതെ, ഫോണും ഇനി ഉമ്മയുടേതോ ഉപ്പയുടേതോ കിട്ടിയിട്ട് വേണം. നൂറ, വിളിക്കണം ആ നമ്പറിലേക്ക്, മറക്കരുത്. അവന് വല്ലാത്ത വിഷമായി. അതെ നൂറേ, നാളെ പെണ്ണ് കാണാൻ വരികയാണ്. അതെങ്ങനെ എനിക്ക് സഹിക്കും? എന്താ അറിയില്ല, ഓളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരിക്കുകയാണ്, വല്ലാത്തൊരു മുഹബത്ത്. വീണ്ടും അവൻ അവിടേക്കുള്ള സാധനങ്ങൾ കൊണ്ടു ചെന്നു. പക്ഷെ ആ വീട്ടിലേക്ക് പോകാൻ അവനക്ക് തോന്നിയില്ല. പണിക്കാരെ ഏൽപ്പിച്ചു. ഞാൻ വരാം,
വീട്ടിലെത്തി അവൻ. ഉമ്മ, എന്താ മോനെ നീ പണിക്ക് പോയിട്ട് തിരിച്ചു വന്നത്? ഒന്നുമില്ലമ്മ. ഓ ഉമ്മ, എന്താ എനിക്കൊരു ആലോചന? ഒന്നുമില്ല. അതെ, ആ മനസ്സിൽ ആ ചിന്ത മാത്രമായിരുന്നു. അവനന്ന് ജോലിക്ക് പോയില്ല. പകരം പണിക്കാരെ ഏൽപ്പിച്ചിട്ട് അത്യാവശ്യം ഒന്ന് പുറത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അതാ അപ്പോഴേക്കും അഹമ്മദാജി പറയുന്നു, ആ കുട്ടി പണിക്കില്ല പിന്നെന്താ, ഓനല്ലേ മെയിന്, ഓനല്ലേ ഇതിന് മെയിൻ വർക്ക് ചെയ്യേണ്ടത്. ഇവരൊക്കെ അവൻ്റെ കീഴിലുള്ള പണിക്കാരല്ലേ, അതെന്താ അവര് മുങ്ങിയിരുന്നേ? അവൻ്റെ നമ്പറിലേക്ക് അതാ അഹമ്മദാജി വിളിച്ചു. ഹലോ, എന്ത് പണിയാ കുട്ടി ഈ കാണിച്ചത്? പണിക്കാർ 2-3 ആളെ പറഞ്ഞയച്ചു എന്ന് വിചാരിച്ചിട്ട് പണി നീങ്ങോ? ഇക്ക, ഞാൻ അത്യാവശ്യം പെട്ടെന്നൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞാൻ വരാം കേട്ടോ, കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് ഞാൻ വരാം, അത്യാവശ്യമാണ്. അതായത് എനിക്ക് എൻ്റെ വീട്ടിലൊരു അത്യാവശ്യം അർജൻറ്റായിട്ട് ഞാനിപ്പോൾ വരാം, ഒരു ഹോസ്പിറ്റൽ കേസാണ്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവനങ്ങ് ഒപ്പിച്ചു. സത്യം പറഞ്ഞാൽ നൂറയില്ലാത്ത വീട്ടിലേക്ക് പോകുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. അവനാകെ ടെൻഷനായിരുന്നു. എന്തെന്നറിയില്ല, പണിയെടുക്കാനേ തോന്നുന്നില്ല. അവളെ കണ്ടത് മുതൽ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയ ആ ഒരു ഇഷ്ടം. പക്ഷെ ഓളെ നാളെ പെണ്ണ് കാണാൻ വരികയെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ ഇടങ്ങാറ്. എൻ്റെ നൂറ, ഈ ഇല്ലാതെ എങ്ങനെ പെണ്ണ് ഞാൻ അങ്ങോട്ട് വരിക? മോനെ, ഇന്ന് ഈ ചായ കുടിച്ചാ? ഉമ്മ വിളിക്കുന്നു. ഉമ്മ, എന്താ എനിക്കൊരു എന്തൊക്കെയോ ഒരിതുണ്ടല്ലോ എനിക്ക്. ഒന്നുമില്ലമ്മ. സീനത്തെവിടെ? അവള് ഭക്ഷണം കഴിച്ചൊന്ന് ഉറങ്ങട്ടെ, അങ്ങോട്ട് ഉറങ്ങി ശരിയാകട്ടെ. എന്തൊക്കെയാ ഓൾക്ക് എന്തൊക്കെയാവും, പഠിച്ചവനൊന്നും ഇല്ല ഞാൻ മതിയായിരുന്നു, അതാണ് ചിന്ത. ഉമ്മ, ഒന്നും ഉണ്ടാവില്ല. എന്നാൽ നൂറിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. എത്ര മൊഞ്ചുള്ള പെണ്ണ്. ആ പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് അവളെ വേണം തന്നെ തോന്നി. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പറയുകയാണെങ്കിലും ഓളെ കാര്യം പറഞ്ഞ് വിവാഹം കഴിക്കാം. പക്ഷേ ആജിയർ അവർ എനിക്ക് കെട്ടിച്ചരും അറിയില്ല. ഞാനവിടുത്തെ പണിക്കാരനല്ലേ, പണിക്കാരനൊക്കെ തന്നെ. പക്ഷേ അത്യാവശ്യം കുഴപ്പം ഓളെ നോക്കാനും അതിൻ്റെ അപ്പുറമുള്ള പണം എൻ്റെ അടുത്തുണ്ടാവും. ഓളെ ഞാൻ പൊന്നുപോലെ എങ്ങനെ വെച്ചാൽ നോക്കും. നൂറയെ, എൻ്റെ നൂറ, എന്നാലുടി നിന്നെ ഏതേ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വന്നു. കൂലിപ്പണിക്കാരനായ എന്നെ ഒന്നും നിനക്ക് പറ്റില്ലായിരിക്കൂലേ? അവനാകെ വിഷമിച്ചു. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. സമയം 2 മണി, 3 മണി, അതെ 4 മണിയാകുമ്പോഴേക്കും അവൾ വീട്ടിലെത്തുന്ന സമയമാണ്. എന്നാൽ അവൾ എത്തുന്ന ആ സമയം നോക്കി, അവൾ ബസ് ഇറങ്ങുന്ന സമയം നോക്കി കൃത്യമായിട്ടും അവൻ അവിടെ എത്തി. അവൾ അതിൽ നിന്ന് ബസ് ഇറങ്ങി. അതെ, ബസ് സ്റ്റോപ്പിൽ അവൻ. ദയനീയമായി അവൾ അവനെ നോക്കി. നൂറ, നീ എന്താ എന്നെ മൈൻഡ് ചെയ്യാതെ? എടാ, ഞാനും നീയും സംസാരിക്കുന്ന കണ്ടാൽ ബാപ്പു സംശയിക്കും. നീ ഒന്നുകിൽ മുന്നിൽ പോ, അല്ലെങ്കിൽ ഞാൻ മുന്നിൽ പോകാം, ഒരുമിച്ച് പോവണ്ട. നൂറ, നീ പറയോ എനിക്കിഷ്ടമല്ലാന്ന്? എനിക്ക് മറ്റൊരാളുടെ ഇഷ്ടമെന്ന് പറയോ? പെണ്ണ് കാണാൻ വരണ്ട നീ പറയടേ പ്ലീസ്. നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ കേട്ടോ, പറ്റുന്നുണ്ടെങ്കിൽ. അങ്ങനെ അതാ നൂറ നടന്ന് നീങ്ങി. ബാപ്പാൻ്റെ കുട്ടി വരുന്നുണ്ടല്ലോ. ഏതായാലും ടീച്ചറിനോട് അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ നാളെ ക്ലാസ്സിൽ വരുന്നില്ല എന്നുള്ളത്? എന്താ മോളെ നീ മിണ്ടാത്തത്? മെസ്സേജ് അയക്കാം. പിന്നെ ഫോണുമക്കളി വല്ലാതെ ഒന്നും വേണ്ടട്ടാ. കല്യാണം കഴിഞ്ഞ് ഞങ്ങളെ കയ്യിലൊരു ഫോണാണ് തരും ഓല്, നിക്കാഹ് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് രണ്ടക്കും വിളിയും തെളിയും ഒക്കെ അങ്ങോട്ട് ആകാം. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോണും കളിയും ഒന്നും വേണ്ടട്ടാ. ബാപ്പ, അത് എൻ്റെ ക്ലാസ് ഗ്രൂപ്പ് നോക്കാൻ. ക്ലാസ് ഗ്രൂപ്പ് നോക്കാനൊക്കെ കൊടുത്താളാ. എന്നാൽ അവൾ എത്തിയ പാടെ തന്നെ ഉമ്മയുടെ ഫോൺ എടുത്തു. അവൾ റൂമിൻ്റെ വാതിലടച്ചു, കുറ്റിയിട്ടു. ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ഹായ്. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ, ഞാൻ നൂറയാണ്. നൂറ മോളെ, എനിക്ക് മോളെ അത്രയ്ക്ക് ഇഷ്ടമാണടേ. എന്താ മോളെ പ്ലീസ്, നിനക്കൊന്ന് പറഞ്ഞൂടെ നാളെ പെണ്ണ് കാണാൻ വരണ്ടെന്ന്? ഒന്ന് പറ മോളെ പ്ലീസ്. എനിക്ക് പഠിക്കണമെന്ന് പറ. എനിക്കിതെന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ശരിയാണ്, എൻ്റെ ബാപ്പ എന്നെ കെട്ടിച്ചു തരാൻ പ്രയാസമായിരിക്കും. പിന്നെ നിൻ്റെ മനസ്സിലുള്ള എന്നോട് ഇഷ്ടമുണ്ടോ നിനക്ക്? സത്യം പറയണം. കാരണം നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിനക്കും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. നൂറ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു മോളെ നിന്നെ. എനിക്കൊരു പെണ്ണിനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എന്താ ഞാൻ ചെയ്യാം?
എനിക്ക് കഴിയണില്ലടേ. ഈ ഇല്ലാതെ നീ സ്കൂളിലേക്ക് പോയതിൽ പിന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ. പിന്നെ ബാപ്പ കാണാൻ നോക്കണം. ഫോണൊക്കെ ക്ലിയർ ചാറ്റ് ചെയ്തോണ്ടി. നല്ല ശ്രദ്ധ ഉണ്ടാവും. ഓക്കെ. അതെ, എനിക്കിഷ്ടമാണ് ഒത്തിരി. അവൾ അത് പറഞ്ഞു. നൂറ, പുറത്തു നിന്ന് വിളി കേൾക്കുന്നു. ബാപ്പ വിളിക്കുന്നു. എല്ലാം ക്ലിയർ ചാറ്റ് ചെയ്തേക്കെ. എല്ലാം ക്ലിയർ ചാറ്റ് ചെയ്ത് പോയേക്കെ. പിന്നെ കാര്യം നിനക്കാരും ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് മൗനം പാലിച്ചതിന് ശേഷം. നൂറ, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഹലോ ബാപ്പ. ഓക്കെ ഓക്കെ. അവൾ അതാ അപ്പോൾ തന്നെ എല്ലാം ക്ലിയർ ചാറ്റ് ചെയ്തു. വാതിൽ തുറന്നു. അവളുടെ മുഖത്ത് ആകപ്പാടെ ഭയം. എന്താ മോളെ നിനക്ക് വാതിൽ കുറ്റിയിട്ട് പണി? ഒന്നുമില്ല പാപ്പ, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന്. ഡ്രസ്സ് ഇതുവരെ മാറ്റിയില്ലല്ലോ, യൂണിഫോമിൽ തന്നെയാണ് നീ നിൽക്കുന്നത്. അത് ഞാൻ. പിന്നെ ബാപ്പാൻ്റെ കുട്ടിനോട് പറയാനുള്ളത്, നാളെ മോളെ പെണ്ണ് കാണാൻ വരുന്നത് ഒരു മിലിറ്ററിക്കാരനാണ്. മിലിറ്ററിയോ? എന്താ മോളെ, പട്ടാളക്കാരനാകുമ്പോൾ നല്ല സാലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ടാവും. ബാപ്പ. എന്താ മോളെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോള് പേടിക്കൊന്നും വേണ്ട, അതൊക്കെ ശരിയാവും. പട്ടാളക്കാരെന്ന് വെച്ചാൽ നിന്നൊന്നും കാട്ടൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് കെട്ടിച്ചാലേ അതായിരിക്കും നല്ലത്. മറ്റത് ഇവിടെ കണ്ടില്ലേ, എത്രയോ കൂലിപ്പണി എടുത്ത് നിരകിച്ച് കിടക്കുന്ന ആൾക്കാർ. അറ്റങ്ങ പണി തന്നെ ആയിരിക്കും. ഈ ഒരു സാധനം കൊണ്ടുള്ളും വെക്കലും എന്നും അധ്വാനം തന്നെ ആയിരിക്കും. മിലിറ്ററിക്ക് ആയാലേ കുറച്ച് കാലത്ത് പണി ഉണ്ടാവും, കുറച്ച് കാലം കുറേ ഫ്രീയും ഉണ്ടാവും. അതല്ലേ നല്ലത്. അതിനുള്ള ആനുകൂല്യം പൈസ അതും ഉണ്ടാവും. അല്ലെങ്കിൽ ഈ കൂലിപ്പണിക്കാരനെയൊക്കെ കെട്ടിക്കഴിഞ്ഞാലേ അവർക്ക് എപ്പോഴും പണി ഉണ്ടാവില്ല കുട്ടി. എപ്പോഴെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ തീരെ ഉണ്ടാവില്ല. അപ്പോൾ പൈസ ഉണ്ടാവില്ല, ആകപ്പാട് പട്ടിണിയായിരിക്കും. അതുകൊണ്ടാണ് ബാപ്പാൻ്റെ കുട്ടിക്ക് ബാപ്പ നല്ല ഐറ്റം തന്നെ കണ്ടുപിടിക്കുന്നത്. എന്നാൽ അത് കേട്ട് അവൾ നിശബ്ദയായി നിന്നു. അവൾക്ക് എന്ത് പറയണമെന്നായിപ്പോയി. പേടിയാണ് ബാപ്പാനെ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് പറയണമെന്നായി. അവൾക്ക് പതുക്കെ ഫോൺ എടുത്തിട്ട് അവനക്കൊരു മെസ്സേജ് അയക്കണമെന്ന് തോന്നി. പക്ഷേ അപ്പോഴേക്കും ഉമ്മ ഫോൺ കൊണ്ടുപോയിരുന്നു. ഉമ്മയുടെ ഫോൺ കിട്ടിയിട്ട് വേണം മെസ്സേജ് അയക്കാൻ. നാളെ എത്തുന്നതിന് മുമ്പായിട്ട്. ഇല്ല, എനിക്കാവില്ല പട്ടാളക്കാരൻ്റെ കൂടെ ഒന്നും ജീവിക്കാൻ. മിലിറ്ററിക്കാരനൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ ജീവിക്കൂല. നല്ല പ്രായം ഉണ്ടാവും അവർക്കൊക്കെ. ഞാൻ അവരുടെ കൂടെയൊന്നും. അവളുടെ മനസ്സിൽ വല്ലാത്ത ചിന്തയായിരുന്നു. എന്നാൽ ഈ സമയം അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് കടന്നു വരുന്നു. ഉമ്മജി. എവിടെയായിരുന്നു? അത്യാവശ്യം ഒരു അർജൻറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ ആ ശബ്ദം കേട്ടപ്പോൾ, ആ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ആ ജനാലയിലൂടെ നോക്കി. അല്ലാ, അതെ, അവൻ്റെ മുഖം കണ്ടപ്പോൾ നൂറക്ക് അവനെ പോയി കെട്ടിപ്പിടിച്ച് കരയണം എന്ന് തോന്നി. അതെ, എനിക്ക് അവൻ ഒത്തിരി ഇഷ്ടമാണ്. അവനെനിക്കിഷ്ടമാണ്. എനിക്ക് അവനെ മതി. എനിക്ക് അവൻ്റെ കൂടെ ജീവിച്ചാൽ മതി. അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അതെല്ലാം ആ ജനാലയിലൂടെ അവൾ നോക്കി തീർത്തു. എന്നാൽ പെട്ടെന്ന് നൂറ അതാ വിളിക്കുന്നു. അവൾ എന്താ പാപ്പ? ഒന്നുമില്ല. പിന്നെ മോനെ, നാളെ നൂറിനെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് അത്യാവശ്യം പണിയൊക്കെ തീർക്കണം. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ നിന്നോടല്ല ഇപ്പം എനിക്ക് പറയാം, മറ്റൊരിപ്പോൾ ഗൾഫിലാണല്ലോ എൻ്റെ മോന്. എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. അതായത് അവർക്കുള്ള ഫുഡും കാര്യങ്ങളും നീ ഒന്ന് ഏൽപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഏതായാലും നിനക്കിവിടെ പരിചയമാണല്ലോ. എന്നാൽ അത് കേട്ട അവൻ ഒന്ന് ഞെട്ടിപ്പോയി. അതെ, എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ പെണ്ണ് കാണലിന് ഞാൻ സാധനം കൊണ്ടുപോയി കൊടുക്കണം. അതാണ് എനിക്കുള്ള നിർദ്ദേശം. അനക്കുള്ള കൂലി ഞാൻ തരണ്ട്. അനക്ക് കൂലി, അതിനെ കൊണ്ടുവന്നതിൻ്റെ കൂലിയും കാര്യങ്ങളൊക്കെ അത് ഞാൻ തന്നെ. ഒന്നും വിഷമിക്കണ്ട കേട്ടോ. അതെ, അവനാകെ വിഷമിച്ചു പോയി. അവന് വല്ലാത്തൊരു വിഷമായി. നൂറയാണെങ്കിൽ അതിലേറെ. നാളെ പെണ്ണ് കാണൽ, അത് കഴിഞ്ഞാൽ നിശ്ചയം, നിക്കാഹ്. അവനുമായുള്ള ആ ഒരു ബന്ധം തന്നെ ഇല്ലാതാവും. ഇഷ്ടമില്ലാത്ത ബന്ധത്തിലേക്ക് എന്നെ വലിച്ചു വെച്ച് കൊണ്ടുപോകും. സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത ജീവിതത്തിലേക്ക് ഞാൻ കടക്കും. അവൾ അതെല്ലാം ആലോചിച്ചു.
എന്നാൽ എങ്ങനെയെങ്കിലും അവന് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. കുറച്ച് വെള്ളം തരുമോ? നൂറ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അപ്പോൾ തന്നെ വെള്ളം കൊണ്ടുപോയി കൊടുത്തു അവൻക്ക്. അത് കൊടുക്കുമ്പോൾ അവളുടെ കൈ വിറക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ അവനോട് പറയാൻ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ പേടിയാണ്. ബാപ്പ അപ്പുറത്തുണ്ട്. അവൾ ഭയത്തോടെ അവനെ നോക്കി. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉറ്റി വീണു. നാളെ നൂറിയെ പെണ്ണ് കാണാൻ വരുമോ? സീനത്തിൻ്റെ ആങ്ങള എന്ത് ചെയ്യും? അവനത് സഹിക്കുമോ? എന്തായിരിക്കും അവൻ്റെ ജീവിതം? അവൻ ആഗ്രഹിച്ച കൊതിച്ച ആ ഒരു സ്വപ്നം നടക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.